നമസ്കാരം. പെണ്ണൊന്ന് നിവർന്നു നിന്നാൽ പീഡകർ പേടിച്ചോടും എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെ നിവർന്നു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാമൂഹിക ഉത്തരവാദിത്തം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളമാകെ, ഒരുപക്ഷെ ഇന്ത്യയാകെ ഞെട്ടിത്തെറിച്ച് ചർച്ച ചെയ്യുന്ന വിഷയവും ഇതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നയിച്ചത് ചില പെണ്ണുങ്ങളുടെ നിവർന്നു നിൽക്കലുകളായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പുരുഷാധിപത്യപരമായ സിനിമാ വ്യവസായത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളാണ്. നമ്മൾ ഇതുവരെ കരുതി വന്നിരുന്ന ആർദ്രമായ, സ്നേഹപൂർവമായ, സ്ത്രീപക്ഷമായ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമീപനങ്ങളുടെ ലോകമല്ല ഭൂരിഭാഗം സിനിമ മേഖലയും എന്ന് തെളിയിക്കുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന രണ്ട് കാര്യം, ഒന്ന് സിനിമയുടെ ഉള്ളടക്കം മാത്രമല്ല, സാമൂഹ്യ സാഹചര്യങ്ങളിൽ പെരുമാറുന്ന സിനിമാ താരങ്ങളുടേതുൾപ്പെടെയുള്ള സമീപനം സ്ത്രീവിരുദ്ധമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ സ്ത്രീകളെ ഏതു തരത്തിലും കച്ചവടവൽക്കരിക്കപ്പെടുന്ന സമൂഹമാക്കി ആ കൂട്ടത്തെ മാറ്റുന്ന തരത്തിലേക്ക് അവർ മാറുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പല രീതിയിലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിജീവനത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്ന ഇടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിലുണ്ട്. റിപ്പോർട്ടിൽ ഒരിടത്ത് KB വത്സലകുമാരി, കമ്മിറ്റി അംഗം, ഈ കാര്യം സ്ത്രീവിരുദ്ധമായ സിനിമകളുടെ കാര്യം വിശദമായി പറയുന്നുമുണ്ട്. പുരുഷാധിപത്യത്തിൻ്റെ മൂർത്തഭാവങ്ങളായി അരങ്ങ് നിറഞ്ഞാടിയ ആ സംഘത്തെ നിലയ്ക്ക് നിർത്താൻ പക്ഷേ കുറച്ച് പെണ്ണുങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയൊരു തീരുമാനത്തിൻ്റെ നിവർന്നു നിൽക്കലിന് ചരിത്രപരമായ ഒരു സംഭവം മലയാള സിനിമയിൽ ഉണ്ടായി. വുമൻസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുണ്ടായി. ആ സംഘടന ഉണ്ടാകാനുള്ള കാര്യത്തിലേക്ക് നയിച്ചത് മറ്റൊരു നടിക്കെതിരായ പീഡനമാണ്. അത്തരത്തിൽ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നടിയെ ആക്രമിച്ച സംഭവം. ആ സംഭവത്തിൻ്റെ പിന്നിൽ മലയാള സിനിമയിലെ മുൻനിര നടന്മാരിൽ ഒരാൾ, ജനപ്രിയ നായകൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ദിലീപ്, ഗൂഢാലോചന കേസിൽ മുഖ്യപ്രതിയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്ത്രീകളാകെ ഞെട്ടിത്തെറിച്ചുപോയ, മനസ്സാക്ഷിയുള്ളവരെ ആകെ രോഷം കൊള്ളിക്കുന്ന സംഭവം ഉണ്ടായതിൻ്റെ തുടർച്ചയായിട്ടാണ് വുമൻസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന ഉണ്ടായത്. പലരും പരിഹസിച്ചു. കൊച്ചമ്മമാരുടെ സംഘടന, ഫെമിനിസ്റ്റുകളുടെ കൂട്ടം, വാനിറ്റി ബാഗുമായി നടക്കുന്നവർ, സിനിമയിൽ ചാൻസ് ഇല്ലാതെ നടക്കുന്ന പെണ്ണുങ്ങൾ, പുരുഷ വിരുദ്ധർ എന്നെല്ലാം ഓരോരുത്തരും അവരവരുടെ തരം പോലെ പരിഹസിച്ചു പോന്നു. നേതൃനിരയിലുള്ള പലരും, വിമൻസ് കളക്റ്റീവിൻ്റെ നേതൃനിരയിലുള്ള പലരും സിനിമകളിൽ നിന്നേ ബഹിഷ്കരിക്കപ്പെട്ടു. ചിലർ സിനിമയിൽ ഇല്ലാതായി തന്നെ കഴിഞ്ഞു. പലരും മുഖ്യധാര സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു, മറ്റു ഭാഷകളിലേക്ക് ചേക്കേറി. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അത്ര കനമുണ്ടായിരുന്നു. എന്നാൽ അവർ അങ്ങനെ പരിഹസിച്ചാലും വിലക്കിയാലും ഒഴിഞ്ഞു പോകുന്നവരായിരുന്നില്ല. പെണ്ണത്തമുള്ള പെണ്ണുങ്ങളായിരുന്നു. ഒന്ന് നിവർന്നു നിന്നാൽ തീരുന്നതേയുള്ളൂ ചിലരുടെ അസുഖങ്ങൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, അതിൻ്റെ മൂർത്ത ഉദാഹരണങ്ങളായിരുന്നു അവരും. അതുപോലെ നിവർന്നു നിൽക്കാൻ തീരുമാനിച്ചവരായിരുന്നു അവർ. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ ഒരു സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി അതിന്മേൽ എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് അടുത്ത ചോദ്യം. WCC അനിവാര്യമായ ഒരു സംഭവമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. കമ്മിറ്റി രൂപീകരണത്തിനുള്ള കാരണവും WCCയുടെ കാര്യവും ഒക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗം അതുപോലെ ഞാൻ വായിക്കാം. ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്, മിന്നുന്ന നക്ഷത്രങ്ങളോടൊപ്പം മനോഹരമായ ചന്ദ്രൻ. എന്നാൽ നക്ഷത്രങ്ങൾ അങ്ങനെയല്ല എന്ന് ശാസ്ത്രീയ അന്വേഷണത്തിൽ തെളിഞ്ഞു. ചന്ദ്രൻ മിന്നിത്തിളങ്ങുന്നില്ല, മനോഹരമായി കാണപ്പെടുന്നില്ല. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പുണ്ട്, നിങ്ങൾ കാണുന്നതിനെ വിശ്വസിക്കരുത്, ഉപ്പ് പോലും പഞ്ചസാര പോലെയാണ്. ഇങ്ങനെ പറഞ്ഞ് ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്ന ആദ്യ ആമുഖ ഘട്ടത്തിൽ തന്നെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ തുടർച്ച എങ്ങനെയാണ് മലയാള സിനിമയിൽ ഉണ്ടായത് എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ എന്നിവ നിർദ്ദേശിക്കാൻ വേണ്ടി സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനുണ്ടായ സാഹചര്യവും അവർ വിശദീകരിക്കുന്നുണ്ട്. ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് WCC എന്ന സംഘടന സർക്കാരിന് കൊടുത്ത ഒരു നിവേദനമാണ്. ആ നിവേദനത്തിൻ്റെ വിശദാംശങ്ങൾ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ആ പ്രധാന ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിട്ടില്ല. WCC മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ ഭാഗങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അവർ ഇങ്ങനെയാണ് അതിൽ എഴുതുന്നത്: ഈ സമിതി സംഭവിച്ചത് ഒരു കൂട്ടം സ്ത്രീകൾ ഒരുമിച്ചിറങ്ങിയതുകൊണ്ടാണ്. മലയാള സിനിമയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അസാധാരണമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ തുടർച്ചയാണ് അവർ രംഗത്ത് വന്നത്.
നടി ആക്രമിക്കപ്പെട്ട സംഭവം 2017 മെയ് മാസത്തിൽ മലയാള സിനിമയിലെ കുറച്ച് വനിതകൾ ചേർന്ന് രൂപീകരിച്ച വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ് WCC വനിതകൾക്കെതിരായ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ടു. അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഒരു പരാതി സമർപ്പിച്ചു. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നതായിരുന്നു അതിലെ ആവശ്യം. അങ്ങനെ മുഖ്യമന്ത്രി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിറക്കി. ഒരു പെണ്ണ് ആക്രമിക്കപ്പെട്ടപ്പോൾ അവർ കൂടിയ കൂട്ടം, തുറന്നു പറയാൻ പേടിച്ച പീഡന കഥകൾ സംഘടനാ രൂപീകരണത്തിന് ശേഷം പലരും പരസ്പരം പങ്കുവച്ചു. അവരുടെ ഉള്ളിലെ വേദനകൾ അവർ പങ്കുവച്ചു. അതാണ് WCC ഒരുക്കിയ സാഹചര്യം. റിപ്പോർട്ടിൽ ഒരിടത്ത് ജസ്റ്റിസ് ഹേമ ആദരവോടെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മനസ്സിലെ വേദനകൾ തുറന്നു പറയുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകേണ്ടതിനെക്കുറിച്ചൊക്കെ അവർ കൃത്യമായ പ്ലാനുകൾ ഉണ്ടാക്കി. പ്രശ്നമനുഭവിക്കുന്ന ആളുകൾ ഏതൊക്കെ രീതിയിലാണ് പ്രശ്നപരിഹാരം വേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അവർക്ക് വിശദമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റിയുടെ മുന്നോട്ടു പോക്കിലും നിർണായകമായ പങ്ക് WCC വഹിച്ചു. ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ ആവശ്യം ആദ്യം ഉന്നയിച്ചത് WCC ആണ്. അന്ന് ആ ആവശ്യം ഉന്നയിച്ചപ്പോൾ സിനിമാ മേഖലയിലെ പലരും പരിഹസിച്ചു. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് നിശ്ചിത കാലയളവിലേക്കായിരിക്കും, അവിടെ എന്തിനാണ് ICC എന്തിനാണ് എന്ന്, അവർ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്തിനാണ് എന്ന് പലരും ചോദിച്ചു. എന്നാൽ അങ്ങനെ വേണം എന്ന്, ഓരോ ലൊക്കേഷനിലും അത് വേണം എന്നുള്ള നിർദ്ദേശമാണ് പിന്നീട് നടപ്പാക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി AMMA എന്ന താരസംഘടനയിൽ തന്നെ ICCക്ക് സമാനമായൊരു കമ്മിറ്റി ഉണ്ടാക്കി. പേരിനാണെങ്കിലും നേതൃനിരയിലുള്ള ആൺകൂട്ടങ്ങളുടെ ചൊൽപ്പടിക്ക് വഴങ്ങുന്നു എന്ന് ആരോപണം കേൾക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ബോഡി ഉണ്ടാക്കേണ്ടി വന്നു എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഹേമ കമ്മിറ്റിക്ക് മുന്നിലും ഇവർ ഉന്നയിച്ചു. എന്നാൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഒരു പ്രശ്നം, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളും ഇത്തരക്കാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരുടെ നേതൃത്വത്തിലുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് അത് മാത്രം പോരാ, പൊതുവായൊരു ബോഡി വേണം എന്ന് അവർ അങ്ങനെയാണ് ഒരു അത്യന്തിക നിർദ്ദേശത്തിലേക്ക് എത്തിയത്. ഇനി അതിൻ്റെ തുടർച്ചയായി ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോവുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത് ഒരുപക്ഷെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം മലയാള സിനിമയിലുണ്ടായ പ്രത്യേക സാഹചര്യമാണ്. അതിലേക്ക് നയിച്ച ഈ സംഘടന WCC എന്ന സംഘടനയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവർ നടത്തിയ പ്രതികരണം കൂടി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. WCCയുടെ ഫേസ്ബുക്കിൽ അവർ ഇങ്ങനെ കുറിച്ചു: ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ യാത്രയായിരുന്നു. എല്ലാ സ്ത്രീകൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ഇടം സിനിമയിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി ഞങ്ങൾ നടത്തിയ പോരാട്ടം ഒരു ശരിയായ പോരാട്ടമായിരുന്നു. ഇന്ന് അതിനെ നീതീകരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരിക എന്നത് WCC എടുത്ത മറ്റൊരു ചുവടാണ്. സിനിമയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ലിംഗഭേദം സിനിമയിൽ എത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നമുക്കുണ്ടാകുന്നത്. ഈ റിപ്പോർട്ടിന് വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെച്ച ജസ്റ്റിസ് ഹേമ, ശ്രീമതി ശാരദ, ഡോക്ടർ വസന്തകുമാരി എന്നിവർക്ക് നന്ദി പറയുന്നു. മാധ്യമങ്ങൾക്കും വനിതാ കമ്മീഷനും കേരളത്തിലെ ജനങ്ങൾക്കും വനിതാ സംഘടനകൾക്കും അഭിഭാഷകർക്കുമെല്ലാം WCC നന്ദി പറയുന്നു. ഹേമ കമ്മീഷൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാർ വേണ്ടത് ചെയ്യും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്, നമ്മൾ എല്ലാ കാലത്തും അത് കേൾക്കേണ്ടതാണ് എന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒരുപക്ഷെ അനിവാര്യമായ ശബ്ദം അവർ ഉയർത്തുമ്പോൾ ഇടയിൽ രക്തസാക്ഷികളായ നിരവധി, പ്രതീകാത്മകമായ ആ വാക്കാണ് ഏറ്റവും ഉചിതം. അത്തരത്തിൽ നിരവധി അഭിനേതാക്കളുണ്ട്, നടിമാരുണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്, സംഗീത സംവിധായികമാർ വരെ ഉണ്ട്. അവർ ഇന്ന് പലരും സിനിമ മേഖലയിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെട്ടിട്ടുണ്ട്. പലരും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ട് ഒരുപക്ഷെ കേരളത്തിന് പുറത്തുപോയി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മികവുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മറുഭാഷകളിൽ തിളങ്ങുന്നുമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും അതിജീവനത്തിനുള്ള കൂട്ടമാണ് പ്രധാനം. ആ അതിജീവനത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രക്തസാക്ഷികളാകുന്നവരാണ് അതിൻ്റെ ശക്തിയായി പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ആയ പരിഗണന അർഹിക്കുന്നവർ. WCCക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് അഭിവാദ്യം അർപ്പിക്കാം. നന്ദി, നമസ്കാരം.